പിൽഗ്രിം ചാപ്റ്റർ 4-ൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തെങ്കാശിയിലുള്ള തിരുമലൈക്കോവിൽ എന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ്. തെങ്കാശി താലൂക്കിൽ പൺപൊഴി എന്ന സ്ഥലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 600 വർഷങ്ങൾക്ക് മുൻപ് തിരുവരുൾ ചേൽവർ ശിവകാമി അമ്മയ്യാർ പണിയെഴുപ്പിച്ച ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ 4 കൈകളോടുകൂടിയ നിൽക്കുന്ന രീതിയിലുള്ള ശ്രീ മുരുകനെ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. അതിനാൽ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വസിക്കുന്നവരിൽ തിരുമലൈ എന്ന പേരുള്ളവർ നിരവധിയാണ്. ചെറുഗ്രാമങ്ങളാലും തെങ്ങിൻ തോപ്പുകളാലും ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിച്ചേരണമെങ്കിൽ 625 പടിക്കെട്ടുകൾ കയറേണ്ടതായുണ്ട്. എന്നാൽ ഇപ്പോൾ റോഡ് മാർഗത്തിലും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. റോഡ് മാർഗം ക്ഷേത്രത്തിലെത്തുന്നതിന് വാഹനങ്ങൾക്ക് പ്രത്യേക ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. താഴെയുള്ള ചെറുഗ്രാമങ്ങളും കാറ്റാടി യന്ത്രങ്ങളും വനമേഖലയും എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ തിരുമലൈക്കോവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുണ്ടായിരുന്ന കാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിക്ക് തിരുമലൈ മുരുകൻ്റെ സ്വപ്നദർശനം ഉണ്ടാവുകയും കോട്ടൈത്തിരട് എന്ന സ്ഥലത്തുള്ള മുളങ്കാട്ടിനുള്ളിലുള്ള തിരുമലൈ മുരുകൻ്റെ വിഗ്രഹം വീണ്ടെടുക്കണമെന്നും ഇന്നത്തെ തിരുമലൈക്കോവിൽ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്നുമുള്ള സ്വപ്നദർശനമുണ്ടായി. വിഗ്രഹം കണ്ടുപിടിക്കുന്നതിന് ഉറുമ്പുകൾ വഴികാട്ടും എന്നുമായിരുന്നു സ്വപ്നത്തിൽ പറഞ്ഞിരുന്നത്. അന്നത്തെ പന്തളം രാജാവിനോട് പൂജാരി തൻ്റെ സ്വപ്നദർശനത്തെക്കുറിച്ച് പറയുകയും ഉറുമ്പുകൾ വഴികാട്ടിയതനുസരിച്ച് വിഗ്രഹം വീണ്ടെടുക്കുകയും ഇന്ന് തിരുമലൈക്കോവിൽ കാണുന്ന ഭാഗത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കേരളത്തിലേക്ക് പോയ കണ്ണകി തിരുമലൈക്കോവിൽ കുന്നുകൾ കടന്നാണ് പോയതെന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം. തിരുമലൈ മുരുകൻ അഗസ്ത്യാർ മുനിക്ക് ഇവിടെ വെച്ച് ദർശനം നൽകിയതായും തിരുമലൈ ക്ഷേത്ര പരിസരത്തുള്ള ഈ അഷ്ടപത്മ തീർത്ഥക്കുളം അഗസ്ത്യാർ മുനിയുടെ വരദാനത്താൽ ഉണ്ടായതായുമാണ് പറയപ്പെടുന്നത്. എല്ലാ ദിവസവും ഈ കുളത്തിൽ ഒരു കൂവള പുഷ്പം വിരിയുമെന്നും അത് സപ്തകന്യകമാർ തിരുമലൈ മുരുകന് സമർപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നുണ്ട്. മുരുകൻ യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായതിനാൽ ശക്തിയും വിജയവും ധൈര്യവും തടസ്സങ്ങൾ തരണം ചെയ്യുന്നതിനുമായി വിശ്വാസികൾ ചൊവ്വാഴ്ച ദിവസം മുരുകന് ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് തിരുമലൈ മുരുകൻ്റെ ഈ ക്ഷേത്രം. ഏപ്രിൽ മാസത്തിലെ ചിത്തിര ഉത്സവം, മെയ് ജൂൺ മാസങ്ങളിലെ വൈകാശി ജസതാഭിഷേകം, ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്കന്ദഷഷ്ഠി, നവംബർ ഡിസംബർ മാസങ്ങളിലെ കാർത്തിക, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ തായ്പൂസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. തിരുമലൈക്കോവിലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.